ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, പ്രത്യേകിച്ച് ഗർഭിണികളെ സംബന്ധിച്ചിടത്തോളം. ഗർഭിണികളിൽ ഉണ്ടാകുന്ന അമിത രക്തസമ്മർദ്ദത്തിനെ പറ്റിയാണ് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അമിത രക്തസമ്മർദ്ദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ത്രീകളിൽ സാധാരണ കാണുക, ഒരു ഗർഭിണിക്ക് സാധാരണ കാണുന്നൊരു നോർമൽ രക്തസമ്മർദ്ദം എന്ന് പറയുന്നത് 120/80 മില്ലിമീറ്റർ ഓഫ് മെർക്കുറിയാണ്. അതിൽ കൂടുതൽ, അതിനേക്കാൾ ഉപരിയായിട്ട് ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ രക്തസമ്മർദ്ദം കാണുകയാണെങ്കിൽ, അതായത് 120/80 മേളിലാണെങ്കിൽ അതിനാണ് അമിത രക്തസമ്മർദ്ദം എന്ന് പറയുന്നത്. ഏകദേശം ഒരു 2 തൊട്ട് 8% വരെ ഗർഭിണികളിൽ കാണുന്ന ഒരു അവസ്ഥയാണ് അമിത രക്തസമ്മർദ്ദം. ഇതിന് എത്രമാത്രം ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു അതിൻ്റെ പ്രത്യാഘാതം എന്താണെന്ന് അറിയണമെങ്കിൽ, അതിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്താണെന്ന് അറിയണമെങ്കിൽ, അതിൻ്റെ മെറ്റേണൽ ഡെത്ത് അല്ലെങ്കിൽ മാതൃമരണത്തിൻ്റെ റേറ്റ് അറിയണം. അതായത് നമ്മുടെ ലോകമെമ്പാടെ നോക്കുകയാണെങ്കിൽ 10ൽ ഒരു സ്ത്രീ, ഒരു ഗർഭിണി മരണപ്പെടുന്നത് അമിത രക്തസമ്മർദ്ദം കാരണമാണ്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്, അത് മാതൃമരണം നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും വൺ ഓഫ് ദ ലോവസ്റ്റ് ആണ് മാതൃമരണം. അതിൽ തന്നെ ആ മരണം ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം ഈ അമിത രക്തസമ്മർദ്ദമാണ്. അമിത രക്തസമ്മർദ്ദം കാരണം എന്തുകൊണ്ടാണ് മരണം ഉണ്ടാകുന്നത്, അത് എങ്ങനെയൊക്കെയാണ് ഉണ്ടാകുന്നത്, അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ രക്തസമ്മർദ്ദമായിട്ട് ഒരു സ്ത്രീ വരികയാണ്, അല്ലെങ്കിൽ ഒരു ഗർഭിണിയെ നമ്മൾ രക്തസമ്മർദ്ദം ഉണ്ടെന്ന് കണക്കാക്കുകയാണെങ്കിൽ അത് എങ്ങനെയാണ്, അതിൻ്റെ ഡെഫിനിഷൻ എന്താണ്? അതായത് ഒരു സ്ത്രീ ഗർഭിണിയാകുന്നതിന് മുമ്പ് തന്നെ രക്തസമ്മർദ്ദം ഉണ്ടെങ്കിൽ അതിന് നമ്മൾ ക്രോണിക് ഹൈപ്പർടെൻഷൻ എന്നാണ് പറയുന്നത്. അതായത് ഗർഭിണിയാകുന്നതിന് മുമ്പേ രക്തസമ്മർദ്ദമുണ്ട്, അവർ ഗർഭിണിയായപ്പോൾ ആ രക്തസമ്മർദ്ദം തുടർന്ന് പോവുകയാണ്. അപ്പോൾ അവരേതെങ്കിലും മരുന്ന് എടുക്കുന്നുണ്ടാവും, പക്ഷേ അത് കൺട്രോൾ ആയിരിക്കില്ല. ഗർഭിണിയാകുന്ന സമയത്ത് ഈ രക്തസമ്മർദ്ദം കൂടുന്നു, അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്നു. ഇതിനാണ് ക്രോണിക് ഹൈപ്പർടെൻഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തത് പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഹൈപ്പർടെൻഷൻ. അതായത് ഗർഭിണിയായതിനു ശേഷം 20ാമത്തെ ആഴ്ചയ്ക്ക് ശേഷം രക്തസമ്മർദ്ദം സ്റ്റാർട്ട് ചെയ്യുന്നതിനാണ് പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഹൈപ്പർടെൻഷൻ എന്ന് പറയുന്നത്. ഈ രണ്ടവസ്ഥയിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രധാന ഒരു ആവശ്യമെന്ന് പറയുന്നത് BP അല്ലെങ്കിൽ രക്തസമ്മർദ്ദം ചെക്ക് ചെയ്യുക. രക്തസമ്മർദ്ദം കൂടുതലാണെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് എടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ OPകളിൽ സാധാരണ വരുന്ന പേഷ്യൻസിനോട് നമ്മൾ പറയുകയാണ്, അയ്യോ ഇന്ന് BP നോക്കിയപ്പം കൂടുതലാണ്, ഒരു ആഴ്ച കഴിഞ്ഞ് നമുക്ക് ഒന്നും കൂടെ ചെക്ക് ചെയ്യാം, അതിൽ കൂടുതലാണെങ്കിൽ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറയും. ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്, പലരും നമ്മൾ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യും. ഇതിൽ എല്ലാവരും മെഡിസിൻ കഴിക്കണമെന്നില്ല. അവർ വീട്ടിൽ പോയിട്ട് വീട്ടുകാരോടൊക്കെ സംസാരിച്ചു, അയ്യോ ഇന്ന് എനിക്ക് BP ഉണ്ടെന്ന് പറഞ്ഞു, എനിക്ക് BPയുടെ മരുന്ന് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ വീട്ടിലിരിക്കുന്ന പ്രായം ചെന്നവർ പറയും, അയ്യോ മക്കളെ മരുന്നൊന്നും കഴിക്കരുത് ഗർഭിണിയായിരിക്കുന്ന സമയത്ത്. അപ്പോൾ എന്താ ചെയ്യും, അവർ മരുന്ന് സ്റ്റോപ്പ് ചെയ്യും. അങ്ങനെയുള്ള പേഷ്യൻസാണ് സാധാരണഗതിയിൽ കോംപ്ലിക്കേഷൻസ് ആയിട്ട് വരുന്നത്. അപ്പോൾ BPയുടെ മരുന്ന് നമ്മൾ നോക്കിയിട്ട് പ്രഗ്നൻസിയിൽ അല്ലെങ്കിൽ ഗർഭാവസ്ഥയിൽ കഴിക്കേണ്ട മരുന്നുകൾ മാത്രമേ കൊടുക്കാറുള്ളൂ. ആ മരുന്ന് കഴിച്ചില്ലെങ്കിൽ മാത്രമാണ് കോംപ്ലിക്കേഷൻസ് വരുന്നത്. BPയുടെ മരുന്ന് അല്ലെങ്കിൽ രക്തസമ്മർദ്ദത്തിൻ്റെ മരുന്ന് കറക്റ്റായിട്ട് കഴിക്കുന്ന ഒരു പേഷ്യൻസിനും കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യതയില്ല. അപ്പോൾ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, മരുന്ന് കറക്റ്റായിട്ട് കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ മരുന്ന് തന്നെ പല രീതിയിലുണ്ട്. ഇപ്പോൾ ഒരു സ്ത്രീക്ക് ഗർഭിണിയാവുന്നതിന് മുമ്പേ പ്രഷറുള്ളൊരു സ്ത്രീ കഴിക്കുന്ന മരുന്നായിരിക്കണമെന്നില്ല ഗർഭാവസ്ഥയിൽ കഴിക്കുന്നത്. ആ മരുന്നുകൾ പലപ്പോഴും കുഞ്ഞിന് ദോഷം ഉണ്ടാക്കുന്ന മരുന്നുകളായിരിക്കും. അപ്പോൾ ഗർഭിണിയാകുമ്പോൾ തന്നെ അവർക്ക് അമിത രക്തസമ്മർദ്ദമുള്ള സ്ത്രീയാണെങ്കിൽ അവരുടെ മരുന്ന് നമ്മൾ മാറ്റി ഗർഭാവസ്ഥയിൽ മാത്രം കഴിക്കേണ്ട മരുന്നുകളാക്കി മാറ്റാറുണ്ട്. ഇനി ഈ അമിത രക്തസമ്മർദ്ദം കൊണ്ട് എന്തൊക്കെ ലക്ഷണങ്ങളാണ് സാധാരണ സ്ത്രീകൾ കാണുന്നത്? ഏറ്റവും സാധാരണയായി കാണുന്നൊരു കാര്യമാണ് കാലിൽ നീര് വരിക എന്നുള്ളത്. പക്ഷേ അത് ഗർഭിണികളിൽ ആർക്ക് വേണേലും കാണാം. ഇവർക്ക് മാത്രമല്ല, അമിത രക്തസമ്മർദ്ദമുള്ള സ്ത്രീകൾ മാത്രമല്ല, ആർക്ക് വേണമെങ്കിലും നീര് കാണാം. പക്ഷേ ഈ കാലിൽ നീരുള്ള അവസ്ഥയിൽ നമ്മൾ BP നോക്കുമ്പോൾ കൂടുതലാണെങ്കിലോ, അതിനോടൊപ്പം തന്നെ യൂറിൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് പ്രോട്ടീൻ അല്ലെങ്കിൽ ആൽബുമിൻ്റെ അംശമുണ്ടെങ്കിലോ അത് പ്രഗ്നൻസിയുടെ കോംപ്ലിക്കേഷനായിട്ടുള്ള അമിത രക്തസമ്മർദ്ദമായിട്ട് നമുക്ക് കണക്കാക്കേണ്ടി വരും. അങ്ങനെയുള്ള സ്ത്രീകൾ കാലിൽ മാത്രമായിരിക്കില്ല നീര്, അവരുടെ മുഖത്തും കയ്യിലും ദേഹത്തും ഒക്കെ നീരുണ്ടാവും. അതുപോലെ അവരുടെ വെയിറ്റ്, സാധാരണ നമ്മൾ പറയാറുണ്ട് 2 ആഴ്ചയിൽ 1 കിലോ വെയിറ്റാണ് ഒരു സ്ത്രീക്ക് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് കൂടേണ്ടത്. പക്ഷേ ഇവർക്ക് ആ വെയിറ്റ് ഗെയിൻ എന്ന് പറയുന്നത് 1 കിലോയ്ക്ക് മേലെ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഇവരൊരു കോംപ്ലിക്കേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് ചെക്കപ്പ് വളരെ കൃത്യമായിട്ട് ആവശ്യമുണ്ട്. ഇപ്പം സാധാരണ നമ്മൾ ഒരു ചെക്കപ്പിന് പറയുന്നത് 2 ആഴ്ചയിൽ ഒരിക്കൽ ചെക്കപ്പ് വരണമെന്നാണ്. പക്ഷേ
അമിത രക്തസമ്മർദ്ദമുള്ള സ്ത്രീകൾ കുറച്ചും കൂടെ ഫ്രീക്വൻ്റ് ആയിട്ട്, അതായത് ആഴ്ചയിൽ ഒരിക്കൽ ചെക്കപ്പിന് വരേണ്ട ഒരു ആവശ്യം വളരെ കൂടുതലാണ്. അപ്പോൾ ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? അമിത രക്തസമ്മർദ്ദം ഉള്ള സ്ത്രീകൾ പ്രഗ്നൻസിയിൽ എന്ത് കോംപ്ലിക്കേഷനാണ്? ഇവരുടെ ഹെഡ് ടു ഫുട്ട് എന്ന് വെച്ചാൽ തല തൊട്ട് കാല് വരെ കോംപ്ലിക്കേഷൻ വരാൻ സാധ്യതയുണ്ട്. തലയിൽ എന്താണ്? ബ്രെയിനിൽ പ്രശ്നങ്ങൾ, ബ്രെയിനിൽ എഡിമ വരും, ബ്രെയിനിൽ വീനസ് ത്രോംബോസിസ് എന്ന് പറയും, അതായത് വെയിനിൽ കുഴലിൽ രക്തം കട്ടി പിടിക്കും. സീഷേഴ്സ്, അതായത് വെട്ടൽ അല്ലെങ്കിൽ നമ്മൾ ഫിറ്റ്സ് എന്ന് പറയുന്ന ഒരു അസുഖം വരാൻ സാധ്യതയുണ്ട്. അത് വലിയൊരു കോംപ്ലിക്കേഷനാണ്. അതിന് നമ്മൾ പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന അമിത രക്തസമ്മർദ്ദത്തോട് കൂടി ഉണ്ടാകുന്ന സീഷേഴ്സിന് എക്ലാംസിയ എന്നാണ് പറയുന്നത്. അങ്ങനെയൊക്കെ വരുന്ന പേഷ്യൻസ് ചിലപ്പം പെട്ടെന്നൊരു ദിവസം ലേബർ റൂമിലോട്ട് സീഷേഴ്സായിട്ട് വരും. അപ്പം എല്ലാവരും ജന്നിയാണെന്ന് വിചാരിക്കും, പക്ഷേ അത് രക്തസമ്മർദ്ദം കൂടിയിട്ടുണ്ടാകുന്ന സീഷറാണ്. പിന്നെ താഴോട്ട് വരുമ്പോൾ ലങ്സിൽ എഡിമ, പൾമിനറി എഡിമ, ലങ്സിൽ വെള്ളം കെട്ടിക്കിടക്കും. അതുപോലെ തന്നെ താഴോട്ട് വരുമ്പോൾ ലിവറിൻ്റെ അവിടുത്തെ ലിവറിൻ്റെ ക്യാപ്സുകൾ പൊട്ടി ബ്ലീഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. അവർ സാധാരണ വരുന്ന തലവേദന, എപ്പിഗ്യാസ്ട്രിക് പെയിൻ എന്ന് പറയുന്നത് നെഞ്ചരിച്ചില്ലെന്ന് പറഞ്ഞ് വരും. പക്ഷേ അവരെന്താ വിചാരിക്കുക? ഗ്യാസിൻ്റെ പ്രോബ്ലം. പക്ഷേ ഗ്യാസ് ആയിരിക്കില്ല, ലിവർ പൊട്ടി ലിവറിൻ്റെ ക്യാപ്സ്യൂൾ പൊട്ടി അല്ലെങ്കിൽ സ്റ്റൊമക്ക് പൊട്ടിയൊക്കെ ബ്ലഡ് വരാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ്. പിന്നെ ഒരു ഹെൽപ്പ് സിൻഡ്രോം എന്ന് പറഞ്ഞൊരു സിൻഡ്രോം ഉണ്ട്, അതായത് HELLP എന്നാണ് പറയുന്നത്. HE എന്ന് പറഞ്ഞാൽ ഹീമോളിസിസ്, നമ്മുടെ രക്താണുക്കൾ അലിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ്. പിന്നെ എലിവേറ്റഡ് ലിവർ എൻസൈം, അതായത് ലിവറിലെ എൻസൈംസ് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും, SGOT, SGPT എന്നൊക്കെ പറയും. ആ എൻസൈംസ് ഒക്കെ കൂടുതലായിരിക്കും. പിന്നെ LP, ലോ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയും, വളരെ കുറയും. അപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു അവസ്ഥയിൽ നമ്മളിതെല്ലാം ടെസ്റ്റ് ചെയ്യണം. പേഷ്യൻറ്റിനെ എപ്പോഴും നമുക്ക് ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും. പ്ലേറ്റ്ലെറ്റ് കൗണ്ട്, ലിവറിൻ്റെ എൻസൈം, ഇതൊക്കെ നോക്കി അവർക്ക് കോംപ്ലിക്കേഷൻ വരുന്നുണ്ടോ നോക്കും. അപ്പോൾ നമ്മളിത് എഴുതി കൊടുക്കുമ്പോൾ പേഷ്യൻസ് എന്താ വിചാരിക്കും? ഇടയ്ക്കിടയ്ക്ക് എന്നെ കൊണ്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യിപ്പിക്കുന്നു, ചുമ്മാ പൈസ കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഇങ്ങനെ വിചാരിക്കുന്ന പല പേഷ്യൻസും ഉണ്ട്, ചെയ്യാത്ത പേഷ്യൻസും ഉണ്ട്. യൂറിൻ ആൽബുമിൻ ഏത് ചെക്കപ്പിന് വന്നാലും നോക്കണമെന്നാണ്. അത് കൊടുക്കുമ്പോഴേ പേഷ്യൻ്റ് ചോദിക്കുക, എന്തിനാ കഴിഞ്ഞ ആഴ്ച ചെയ്തതല്ലേ? പക്ഷേ ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഇത്രയുണ്ടെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ പോലും ചിലർ അതനുസരിക്കും, ചിലർ അനുസരിക്കാറില്ല. പക്ഷേ ഇത് പൂർണ്ണമായിട്ടും ഇതിൽ തന്നെ കൺട്രോളായിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചെക്കപ്പിന് ചെയ്ത് പോകുന്ന പേഷ്യൻസിന് കോംപ്ലിക്കേഷൻസ് ഇല്ലാതെ ഒരു ഹെൽത്തി മദറിനെയും ഹെൽത്തി ബേബിയെ നമുക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഹൈപ്പർ ടെൻഷൻ, ഗർഭകാലത്തുണ്ടാകുന്ന അമിത രക്തസമ്മർദ്ദം, അതിൻ്റെ കോംപ്ലിക്കേഷൻസ്, ഇതെല്ലാം മനസ്സിലാക്കി ഡോക്ടർ എന്താണോ പറയുന്നത്, ഒരു ഗൈനക്കോളജിസ്റ്റ് എന്താണോ അവരോട് പറയുന്നത് ചെയ്യാൻ, അത് കൃത്യമായിട്ട് ചെയ്യണം. ഒരു ലോ റിസ്ക് പ്രഗ്നൻസി ഇല്ല, ഇത് വളരെ ഹൈ റിസ്ക് ആയിട്ടുള്ള പ്രഗ്നൻസിയാണ്. എനിക്ക് വന്നിട്ടുള്ള 1-2 പേഷ്യൻസ് എക്ലാംസി ആയിട്ട് വന്നിട്ടുള്ളൊരു പേഷ്യൻ്റ്, കാരണം അവർക്ക് കറക്റ്റായിട്ട് BP മരുന്ന് കഴിക്കില്ല. ഒരു ദിവസം പെട്ടെന്ന് എക്ലാംസി ആയിട്ട് വന്നു, അതായത് സീഷേഴ്സ്, ഫിറ്റ്സ് ആയിട്ട് വന്നു. അപ്പോൾ അത് അവർക്ക് വെന്റിലേറ്റർ കയറ്റേണ്ടി വന്നു. വെന്റിലേറ്റർ കയറ്റിയതിന് ശേഷം അവർക്ക് സ്ട്രോക്ക് വന്നു, ഒരു സൈഡ് പാരാലിസിസ് ആയി. ഇങ്ങനെയൊക്കെ കോംപ്ലിക്കേഷൻസ് ആവാനുള്ള സാധ്യതയുണ്ട്. ആലോചിച്ച് നോക്കുക, ഒരു കുഞ്ഞിനെ ഡെലിവറി ചെയ്തതിന് ശേഷം അമ്മ പാരലൈസ്ഡ് ആയിട്ട് കിടക്കുന്ന കാര്യം. അപ്പോൾ ആ രീതിയിലുള്ള കോംപ്ലിക്കേഷൻസ് ഒന്നും വരാതിരിക്കാൻ പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഹൈപ്പർ ടെൻഷൻ, അതായത് ഗർഭകാലത്തുണ്ടാകുന്ന അമിത രക്തസമ്മർദ്ദം പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്ത് ഡോക്ടർ പറയുന്നത് പോലെ തന്നെ അനുസരിച്ച് അതിൻ്റെ കോംപ്ലിക്കേഷൻസ് പ്രിവെൻറ്റ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളത് ഒരു അമ്മയുടെ, ഒരു ഗർഭിണിയുടെ വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. ഇത് മാത്രമല്ല, ഇതുകൊണ്ട് അമ്മയ്ക്ക് മാത്രമല്ല പ്രശ്നം ഉണ്ടാകുന്നത്. ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് ബ്ലഡ് വെസൽ ചുരുങ്ങുന്നൊരവസ്ഥയാണ്, അതായത് രക്തധമനികൾ ചുരുങ്ങുന്ന അവസ്ഥയാണ്. അങ്ങനെ ആകുമ്പോൾ എന്താ സംഭവിക്കുക? അമ്മയിൽ നിന്ന് കുഞ്ഞിലോട്ട് പോകുന്ന രക്തക്കുഴൽ ചുരുങ്ങിക്കഴിഞ്ഞാൽ അമ്മയിൽ നിന്ന് കുഞ്ഞിലോട്ട് പോകുന്ന രക്ത ഓട്ടം കുറയും, കുഞ്ഞിന് വളരാനുള്ള സാധ്യത കുറയും. ഇൻട്രാ യൂട്രൈൻ ഗ്രോത്ത് റെസ്ട്രിക്ഷൻ, അതായത് കുഞ്ഞ് യൂട്രസിനകത്ത് വെച്ച് തന്നെ കുഞ്ഞിൻ്റെ ഗ്രോത്ത് കുറയാൻ സാധ്യതയുണ്ട്. ഡെലിവറിയുടെ ഡേറ്റ് വരെ പോകാതെ പ്രീ ടേം ആയിട്ട്, അതായത് കുഞ്ഞിനെ ശ്വാസകോശം ഒന്നും വികസിക്കാതിരിക്കുന്ന അവസ്ഥയിൽ തന്നെ പ്രസവിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പ്രസവിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിനെ കുറേ ദിവസം NICUയിലും വെന്റിലേറ്ററിലും കിടത്തേണ്ട ആവശ്യമുണ്ട്. ഇതെല്ലാം പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് നമുക്ക് കംപ്ലീറ്റ് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. കോംപ്ലിക്കേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നൊരവസ്ഥയാണ്. ഡോക്ടേഴ്സ് പറയുന്നത് അഡ്വൈസിനോട് സ്റ്റിക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രഗ്നൻസി ഇൻഡ്യൂസ് ഹൈപ്പർ ടെൻഷൻ കൊണ്ടുള്ള കോംപ്ലിക്കേഷൻസും, അതായത് അതിൻ്റെ സങ്കീർണതകളും മാതൃമരണവും നമുക്ക് കുറയ്ക്കാൻ പറ്റും. താങ്ക് യു.